PK ഫിറോസിനെതിരെയുള്ള KT ജലീലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. ഗഫൂർ കോൽക്കളത്തിൽ ഉൾപ്പെട്ട അരിയൂർ ബാങ്ക് വിഷയം സംസ്ഥാന സമിതിയുടെ അന്വേഷണത്തിലാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നാഥനില്ലാത്ത അവസ്ഥയുണ്ടാവില്ലെന്നും ലീഗ് സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ പാലക്കാട് നടക്കുമെന്നും മരക്കാർ മാരായമംഗലം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പണിയുമില്ലാതെ ഫിറോസ് തേരാപ്പാര നടക്കുന്നുവെന്ന് പറഞ്ഞ ജലീൽ അതേ നാവുകൊണ്ടാണ് ഫിറോസിന്റെ തൊഴിലിനെ കുറിച്ച് പറയുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയം വേണ്ടെന്നും തൊഴിലെടുക്കണമെന്നുമാണ് ലീഗ് നിലപാട്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ നിലനിർത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ താല്പര്യമാണ്. അമ്പുകൊള്ളാത്ത ഗുരുക്കളില്ലെന്ന് എല്ലാവരും ഓർക്കണം. രാഹുലിനെതിരെ പറയുന്നവർക്കെതിരെ തിരിച്ചു പറയാൻ അതിലേറെയുണ്ടെന്നും ഓർക്കണം. ലീഗിനോ UDFനോ ഇതു സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഭയവും ആശങ്കയുമില്ല. 18 വർഷത്തിനു ശേഷമാണ് ലീഗ് പാലക്കാട് സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി പോഷക സംഘടനാ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ആദ്യകാല 77 നേതാക്കളെ സ്മരിച്ച് 77 പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവും. സമ്മേളനം പാണക്കാട് സയ്യിദ് മുനറവലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത വികസനം എന്ന പേരിൽ സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഇതിനെതിരെ ലീഗ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ജനകീയാസൂത്രണ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതിനെതിരെ സമ്മേളനത്തിൽ ദുർബലപ്പെടുത്തുന്ന അധികാര വികേന്ദ്രീകരണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ലീഗ് ദേശീയ പ്രസിഡന്റ് PRI ഖാദർ മൊയ്തീൻ സാഹിബ്, കുഞ്ഞാലിക്കുട്ടി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, അബ്ദുൾ സമദ് സമദാനി MP ഉൾപ്പെടെ ദേശീയ സംസ്ഥാന നേതാക്കളും 600 പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാവും. സീറ്റ് ചർച്ചയോ സീറ്റ് വെച്ച് മാറ്റൽ സംബന്ധിച്ച ചർച്ചയോ നടന്നിട്ടില്ലെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. അഡ്വക്കേറ്റ് TS സിദ്ദിഖ്, PA സലാം മാസ്റ്റർ, MM ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആദ്യം പറഞ്ഞത് യാതൊരു ജോലിയില്ലാത്ത, ഒരു ഏർപ്പാടുമില്ലാത്ത, നട്ടം തിരിഞ്ഞ് നടക്കുന്ന, ചാരാപാര നടക്കുന്ന ഒരു നേതാവിന് എങ്ങനെ ഈ വീടുണ്ടായി, എങ്ങനെ ഈ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു? ആ നാവ് കൊണ്ട് തന്നെ ഇപ്പൊ പറയുന്നത് അവിടെ ഹോട്ടലുണ്ട്, ഇവിടെ ഹോട്ടലുണ്ട്. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഫുൾ ടൈം രാഷ്ട്രീയക്കാരൻ ആവരുത് എന്നുള്ളതാണ്. തൊഴിൽ വേണം, കച്ചവടം വേണം, ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തണം. അപ്പൊ ഞങ്ങൾ തന്നെ തൊഴിലെടുക്കാതെ ഒരു ഏർപ്പാടും ചെയ്യാതെ ഞങ്ങളുടെ പ്രവർത്തകർ താരപാര നടക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഉപദേശം അത് ചെയ്യരുതെന്നാണ്. ആര് പറയുന്നത്? ആര് ശമ്പളം വാങ്ങുന്നത്? ശമ്പളം? എന്ത് ശമ്പളം? ജോലിയോ? ഞാൻ ചോദിക്കട്ടെ, ഗൾഫില് ഒരു ബിസിനസ്സില് നിങ്ങൾക്ക് പാർട്ട്ണറാവാം, നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി, എനിക്കും പാർട്ട്ണറാവാം. പ്രത്യേകിച്ച് ദുബൈയിലൊക്കെ UAE നല്ല സൗകര്യങ്ങളാണ്. അവർ കൃത്യമായി കണക്ക് വെച്ചുകൊണ്ട് നല്ല മതപരമായി ചിന്തിക്കുന്ന ആളുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. അവരതിന്റെ വീതം നമുക്ക് തരും. എന്തായാലും തെറ്റ്? കമ്മീഷൻ എന്ത് കമ്മീഷൻ? പാർട്ട്ണർ അല്ലാതെ ആരാ കമ്മീഷൻ കൊടുക്കുക? അതൊക്കെ അതിന് മറുപടി പിന്നെ ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. അത് കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്ന് ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.